ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷജീല സുബൈദ. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ നാട്ടുകാരിയും കൂട്ടുകാരിയും നല്ലൊരു പാട്ടുകാരിയുമായ എൻ്റെ മാനവീയൻ കുടുംബശ്രീ കൂട്ടായ്മയിലെ അംഗം കൂടിയായ ബിന്ദു എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ബിന്ദു ചേച്ചി നല്ലൊരു ഗായികയാണ്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം. പക്ഷേ ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ എത്തണമെങ്കിൽ അതിഭയങ്കരമായ കടമ്പകൾ കടക്കാനുണ്ട്. അത് നമുക്ക് ബിന്ദു ചേച്ചിയുടെ വീട്ടിലോട്ട് കയറുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും നിങ്ങൾ ആകാംക്ഷയോടെ നോക്കിയിരുന്നോ. ഞാൻ ബിന്ദു ചേച്ചിയുടെ വീട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ ഉമ്മറപ്പടിയിൽ ഒരു ആനയെ നിർത്തിയിട്ടുണ്ട്. ആര് വന്നാലും ആന ചിഹ്നം വിളിക്കും. പക്ഷേ ആന ചിഹ്നം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ കടമ്പ കടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളാരും ഭയപ്പെടണ്ട, ഞാൻ ആ കടമ്പ കടന്നിരിക്കും. അരം കിന്നരത്തിലെ ജഗതി ചേട്ടൻ കാറിന്റെ ഡോർ തുറന്ന് KNK കമ്പനി KNK ഓട്ടോമൊബൈൽസിലെ ഡോർ തുറക്കും പോലെയാണ് ഞാൻ ഈ കടമ്പ കടക്കാറാണ്. വലിയ പാട്. അയ്യോ അയ്യോ അയ്യോ, രക്ഷപ്പെട്ടു സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ബിന്ദു ചേച്ചിയെ കാണാം. ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചി, ഒന്നിങ്ങോട്ട് വരാമോ? ഇതാരും ഷാജീല സുബൈദയോ? വരൂ വരൂ, സ്വാഗതം സ്വാഗതം. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇരിക്കേ. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇപ്പം വലുതായിട്ടൊന്നും കാണുന്നില്ലല്ലോ അങ്ങോട്ടൊന്നും. വിശേഷം എനിക്ക് ഇടയ്ക്ക് വെച്ച് കുറച്ച് തിരക്കായി പോയി. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വായനയുടെ തിരക്കായിരുന്നു. ഇപ്പം എങ്ങനെ പോകും? കുഴപ്പമില്ല, പിന്നെ പോണു. ജീവിതമല്ലേ. നമ്മള് കുടുംബശ്രീയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ നല്ല രീതിയിൽ. ഞാനതെല്ലാം കണ്ടായിരുന്നു. നാടകമൊക്കെ ചെയ്ത് ചേച്ചിക്കന്ന് വായന ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞെന്ന് മനസ്സിലായി. ഇനി അങ്ങോട്ട് നമ്മളൊരു കലാ ടീമൊക്കെ രൂപീകരിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണ്. എല്ലാത്തിലും സഹകരിച്ച് നിൽക്കണം. നിൽക്ക് തീർച്ചയായിട്ടും. ചേച്ചി, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. അറിഞ്ഞാണോല്ലോ? അറിഞ്ഞു, ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? അയ്യോ, ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ല, സംഗീതവും പഠിച്ചിട്ടില്ല. അല്ല, അതൊക്കെ എനിക്കറിയാം. എന്നാലും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2-3 വരി ഒന്ന് പാടിത്തരാമോ? ശ്രമിക്കാം. അപ്പൊ ബിന്ദു ചേച്ചി, നമുക്ക് തുടങ്ങാം. ഓക്കെ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം. അതിന് നീ ഒരു പാട്ട് പാട്. ഞാൻ ഇനിയിപ്പോ ഏത് പാട്ട് പാടാന്ന് വെച്ച്? ഏതെങ്കിലും ഒരു പാട്ട് പാടും. പാടല്ലേ? വരത്തന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ ബരക്കം പച്ചിലിനൊടുക്കം കിട്ടിയോടി തങ്കമ്മോ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ. ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ബിന്ദു ചേച്ചി, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി തന്നതിനും ഇത്രയും നേരം എന്നോട് സഹകരിച്ചതിനും വളരെ നന്ദി. ഇനി നമുക്ക് വീണ്ടും കാണാം. ശരി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു പാട്ട് പാടി തന്ന ബിന്ദു ചേച്ചിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ എളിയ കലാകാരി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ.